എല്ലാ കുട്ടികൾക്കും സുപ്രധാനമാണ്. നമ്മളിന്ന് +2 സേ ഫെയിൽഡ് കുട്ടികൾക്ക് ഇനി അടുത്ത വർഷം എഴുതാനുള്ളതിനെക്കുറിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. നമുക്ക് എന്തായാലും എക്സാം ഇനിയും അടുത്ത വർഷമാണുള്ളത്. അത് +1 ഇമ്പ്രൂവ്മെൻ്റ് ആണെങ്കിലും +2 സേ ആണെങ്കിലും. +2 സേ എന്ന് ഇപ്പോഴേ ആദ്യം പറയുന്നത് തെറ്റാണ്. +2 റെഗുലർ കാർഡോടാണ് നമ്മൾ ആദ്യം എഴുതാൻ പോകുന്നത്. അത് ഫെയിലായെങ്കിൽ മാത്രം മതി പിന്നെയും +2 സേ എഴുതുന്നത്. അപ്പോൾ നമുക്ക് ഈ വർഷം തന്നെ പഠിച്ചു തുടങ്ങേണ്ടതായിട്ട് ആവശ്യമുണ്ട്. എല്ലാവർക്കും അറിയാം അടുത്ത വർഷം ജയിച്ചേ പറ്റൂ, ജയിച്ചിരിക്കും. അപ്പം അതിനുവേണ്ടി നിങ്ങൾ ക്ലാസ് അല്ലെങ്കിൽ പഠിത്തം ഒക്കെ തുടങ്ങേണ്ടത് എങ്ങനെയാകണം എന്നുള്ളത് നിങ്ങളുടെ ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ ആ ഒരു കഴിവുണ്ടല്ലോ, ഏതാ പഠിക്കാനുള്ള ഒരു കഴിവ്. ചിലർ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഞാൻ പഠിച്ചാൽ ഉടനെ മറന്നുപോകും, എത്ര പഠിച്ചാലും പരീക്ഷയ്ക്ക് എത്തുമ്പോൾ എനിക്കൊന്നുമായി ഓർക്കാൻ പറ്റുന്നില്ല. ചിലർക്ക് മടിയുണ്ട്, ഇത്രമാത്രമൊക്കെ പഠിക്കുക എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് 2-3 സബ്ജക്റ്റൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇത്തിരിയേറെ മടിയാണ്. അപ്പോൾ ഇതിനൊക്കെ നമുക്കൊരു പരിഹാരം എന്തായാലും ഈ വർഷം കണ്ടെത്തിയേ പറ്റൂ. അല്ലാതെ ഇനിയും ഇത് അടുത്ത വർഷം പറയാനുള്ളൊരു അവസ്ഥ ഉണ്ടാകരുത്. ഈ വർഷം തന്നെ ഇത് ക്ലിയർ ചെയ്യണം. അപ്പം അതിനുവേണ്ടി നിങ്ങൾ ഈ വർഷം പഠിച്ച് തുടങ്ങേണ്ടത്, ഇല്ലെങ്കിൽ അടുത്ത വർഷത്തേക്ക് ഏറ്റവും നല്ല മാർക്കോടുകൂടി പാസ്സാവാൻ എന്ത് ചെയ്യണം, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പം നമുക്ക് എന്തായാലും ഞാനൊരു 2 സബ്ജക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, 2 സബ്ജക്ട്സുകൾ ഉള്ള ഒരാൾ പഠിച്ചു തുടങ്ങാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ +2 മാത്രമേ എഴുതാൻ ഉദ്ദേശിക്കുന്നുള്ളൂ, +1 ചിലപ്പോൾ പാസ്സായിരിക്കാം, നേരെ തിരിച്ചു പോകാം. ഇല്ലെങ്കിൽ 2 എഴുതേണ്ടിയും വരാം. ഈ 2 എഴുതേണ്ടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി 4 പേപ്പറുകൾ നിങ്ങൾക്ക് എഴുതാനുണ്ടാവും. എന്ന് പറഞ്ഞാൽ +1 ആൻഡ് +2 ഏതാ ഫസ്റ്റ് സബിൻ്റേത്. ഓക്കെ, അതുപോലെ സെക്കൻഡിൻ്റെയും അങ്ങനെ വരുമ്പോൾ നമുക്ക് ടോട്ടലി 4 എക്സാം എഴുതാനുണ്ടെന്നുള്ള സത്യം മറന്നു പോകരുത്. 4 എണ്ണം ഏകദേശം നല്ല രീതിയിൽ കൂടെ ഉണ്ട്. ചിലപ്പോൾ ഈ +1-ന് 7 മാർക്ക്, +2-ന് 10 മാർക്ക്, അങ്ങനെയൊക്കെയുള്ളവർ ഉറപ്പായിട്ടും 2 എഴുതണം. ഒന്നായിട്ട് ഒരിക്കലും ചൂസ് ചെയ്യരുതെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, എൻ്റെ റീസൺ സഹിതം കൃത്യമായിട്ട് കാണിച്ചിരുന്നു. അതുകൊണ്ട് ഉറപ്പായിട്ടും, കാരണം നിങ്ങൾക്ക് ആദ്യത്തെ 20 മാർക്ക് വാങ്ങാൻ 2 പേപ്പറിൽ നിന്ന് ഈസിയാണ്. ഏതാ +1-ൽ നിന്നാണെങ്കിലും +2 നിന്നാണെങ്കിലും ഒരു 20 മാർക്ക് വാങ്ങാൻ ഈസിയാണ്. പക്ഷേ ഒരു പേപ്പറിൽ നിന്ന് തന്നെ ഒരു 25-30 മാർക്ക് വാങ്ങാൻ പാടാണ്. അപ്പം നിങ്ങൾ ഒരു പേപ്പറിൽ നിന്ന് 25-ന് വേണ്ടി ശ്രമിക്കുന്നതും നല്ലത്, 2 പേപ്പറിൽ നിന്നും ഒരു 20 ആക്കുന്നതാണ് ഈസി. ഓക്കെ, അതിൻ്റെയൊക്കെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു കേട്ടോ. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം മാക്സിമം നിങ്ങൾ ഉദ്ദേശിക്കാത്തതിനേക്കാളും അപ്പുറത്ത് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് എത്തിക്കും. മാക്സിമം നമ്മുടെ ചാനൽ ഫോളോ ചെയ്തോണം. മാക്സിമം നിങ്ങളെ പാസ്സാക്കാനുള്ള എല്ലാ വഴികളും ഉണ്ട്. പിന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ് ഉണ്ട്, അത് തന്നെ ഏറ്റവും വരും. കാരണം നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ കൂടെ ക്ലാസ് തന്ന് എല്ലാ ഇൻസ്ട്രക്ഷൻസ് തന്ന് ഒരാളെപ്പോലും മീൻസ് ഇനിയും തോക്കുന്നൊരവസ്ഥയിലോട്ടും പോകാതെ എല്ലാവരെയും ജയിപ്പിക്കുന്ന രീതിക്കുള്ള ക്ലാസ്സാണ് തരുന്നത്. നമ്മളിത് വർഷങ്ങളോട് എടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിനുള്ള രീതികളും തരും. ഓക്കെ, നമുക്കതിന് ഒറ്റ പേപ്പറിന് ഇത്രമേ ഉള്ളൂ, ഇത്രയും. ഓക്കെ, ഇതിനൊറ്റ പേപ്പറിന് ഇതേ ഉള്ളൂ. ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും തന്നെ അടുത്ത വർഷം വരെയുള്ള ഫീസാണ്, അല്ലാതെ വേറെ ഒന്നുമേ അല്ല കേട്ടോ, മന്ത്ലി ഒന്നും അല്ല, 1 ടൈം അത്രമേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും തന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ട് മാക്സിമം നിങ്ങൾക്ക് വേണമെങ്കിൽ അടുത്ത വർഷം എഞ്ചിനീയറിങ്ങിനൊക്കെ പോകാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ കൂടെ എത്തിക്കും മാക്സിമം. ഓക്കെ, അല്ല നമുക്ക് എഞ്ചിനീയർ പോകണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഒരു വർഷം ഫെയിൽ ആയതുകൊണ്ട് ഇനി എഞ്ചിനീയറിങ്ങിന് എന്നെ എടുക്കില്ല, അങ്ങനെയൊന്നുമില്ല, നമുക്ക് പോകാം. ഓക്കെ, അതൊന്നും ഒരു പ്രശ്നമല്ല. ഏത് കാര്യവും അങ്ങനെയൊക്കെ. അല്ലാതെ എല്ലാവരും ഇപ്പം നമ്മൾ ടോപ്പിലിരിക്കുന്നവരൊക്കെ താഴേക്കിടയിലുള്ള എക്സാമൊക്കെ പാസ്സായത് പോയി ചെകഞ്ഞ് പിടിച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമുക്ക് ഇതിനും മോശമായിട്ടുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. അതൊക്കെ അങ്ങനെയാണ്, അതൊന്നും ഒരു കാര്യമില്ല. പഠിക്കുന്ന സമയത്തൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ടാവും, പക്ഷെ അതൊക്കെ കഴിഞ്ഞ് നമ്മളൊരു സമയത്ത് നല്ലതാകാൻ വളരെ ഈസിയാവും. അതുകൊണ്ട് ഇപ്പം നമുക്ക് ചെറിയൊരു മോശം സമയമാണെന്ന് വിചാരിച്ചാൽ മതി, അത് നമ്മൾ തന്നെ അങ്ങ് കവർ ചെയ്യുമ്പോൾ പിന്നെ കഴിഞ്ഞു. അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. പിന്നെ പഠിച്ചു പോകുമ്പോൾ ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞത് അപ്പോൾ 4 സബ്ജക്റ്റ് ഉണ്ടോ, അങ്ങനെ വരുമ്പോൾ 4 പേപ്പറുണ്ട്. ഈ 4 പേപ്പറിൽ നിന്നും നമുക്ക് ഏറ്റവും കുറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ, 20 മാർക്കെങ്കിലും കുറഞ്ഞത് വാങ്ങണം. 25-30 ഒക്കെ നമുക്ക് കൂടുതൽ കിട്ടുന്നുള്ളൊന്നും കുഴപ്പമില്ല. അപ്പം അങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് 4 പേപ്പർ പഠിക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല, ടൈം വേണം. അതുപോലെ രണ്ടാമത്തെ കാര്യം, ഈ പഠിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം. പഠിക്കേണ്ട എപ്പോഴും നമ്മൾ ഒരു ക്യാപ്സൂൾ രൂപത്തിലാവരുത്. ക്യാപ്സൂൾ മാത്രം പഠിച്ചുകൊണ്ട് പ്രയോജനമില്ല. ക്യാപ്സൂൾ പഠിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു, സമയം കുറച്ചായിരുന്നുവെങ്കിൽ ഓക്കെ. ഇതിപ്പോൾ സമയമുണ്ട്. അപ്പം സമയമുള്ളപ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത് ക്യാപ്സൂൾ രൂപത്തിലാവരുത്. നിങ്ങൾ പഠിക്കേണ്ടത് ഒരു ചാപ്റ്ററിനെ നിങ്ങൾ ആദ്യം സെലക്ട് ചെയ്താൽ അത് നല്ലതുപോലെ ഫുള്ളായിട്ട് പഠിക്കണം. വേണ്ട 2 ചാപ്റ്റർ വിട്ടു, പ്രശ്നമല്ല. ഇന്നത് ഞാൻ പഠിക്കുന്നില്ല, എനിക്ക് ഭയങ്കര ടഫാണ്, വിട്ടു, പ്രശ്നമല്ല. ബട്ട് നിങ്ങൾ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് പഠിക്കണം. ഇത്തിരിയായിട്ട് പഠിച്ച് ഈ വർഷം പോകരുത്. ഇനിയിപ്പം പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻ പാറ്റേൺ
അതിനുള്ളിലുള്ള ക്വസ്റ്റ്യൻസിൻ്റെ രീതികൾ, വരുന്ന രീതികൾ ഒക്കെ മാറ്റം വന്നേക്കുക. ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ, ഈ ടഫ് എന്ന് പറഞ്ഞതിനുള്ളിലുള്ള പ്രത്യേകതകളുണ്ട്. നമ്മൾ എല്ലാ ക്വസ്റ്റ്യനും ടഫാന്ന് പറഞ്ഞിട്ട് എല്ലാവരും എഴുതാതൊന്നും ഇരിക്കുന്നില്ലല്ലോ, കുറച്ച് പേര് എഴുതുമല്ലോ. അപ്പോൾ അതിനുള്ളിലുള്ള മാറ്റങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് ഒരുവിധം അതിനുള്ളിൽ നിന്ന് ഏത് മാറി വന്നാലും ചെയ്യാൻ പറ്റണമെന്നുള്ള രീതിയിൽ കൂടെ ഉറപ്പിച്ചിരിക്കണം. ഓക്കെ, അങ്ങനെ അതിനുവേണ്ടി ആ രീതിയിൽ കൂടെയാണ് നമ്മൾ ഈ വർഷത്തെ ക്ലാസ് തരുന്നത്. അല്ലാതെ നമ്മൾ എങ്ങനെയെങ്കിലും എന്നുള്ള അല്ല, ഇങ്ങനെയാണ് എന്നുള്ള രീതിയായിരിക്കണം ക്ലാസ്സിൽ. അപ്പോൾ ആ രീതിയിൽ കൂടെയാണ് നമ്മൾ ഈ വർഷത്തെ ക്ലാസ് തരുന്നത്. അപ്പോൾ +1 ആൻഡ് +2 നിങ്ങൾ പഠിക്കുന്നവർ അങ്ങനെ. ഇനി +2 മാത്രമുള്ളതിലും ആ രീതിയിൽ കൂടെ നിങ്ങൾ ഏതാ പഠിക്കേണ്ട ചാപ്റ്ററുകൾ ഒരുവിധം മുഴുവനായിട്ടും പഠിച്ചു പോകാൻ ആദ്യം ശ്രമിക്കുക. ടഫായിട്ട് വരുന്നിടം നമുക്ക് ലാസ്റ്റിൽ പഠിച്ചാൽ മതി, ഇപ്പോഴും ഉടനെ പഠിക്കണ്ട. ഓക്കെ, അവസാനം പഠിച്ചാൽ മതി. അതിനനുസരിച്ച് നമ്മൾ പഠിപ്പിക്കുന്ന ആൾക്കാർ അതൊക്കെ നമ്മളപ്പം ആണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ അതിൻ്റെ കൂടെ തരുകയും ചെയ്യും. ഓക്കെ, ഇതാണ് നമ്മൾ ഇന്നത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നത്. അല്ലാതെ നിങ്ങളൊരു ക്യാപ്സൂൾ ഒരിക്കലും ഇനിയും ഉണ്ടാവരുത്. ഇനി ചുമ്മാതെ നമ്മൾ യൂട്യൂബിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് എപ്പോഴെങ്കിലും ക്ലാസ് കാണുക, എഴുതാതിരിക്കുക. നമ്മൾ ഈ യൂട്യൂബ് മാത്രം കാണുന്നതുകൊണ്ടൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ക്ലാസ് കാണും, ഒന്നുമേ എഴുതത്തില്ല, നമ്മുടെ നോട്ട്സ് കാണത്തില്ല, പിന്നീട് നോക്കാനുള്ള രീതിക്കുള്ള പഠിത്തവും നടക്കത്തില്ല. നമ്മൾ ചുമ്മാ ഒന്ന് കണ്ടുപോയി അത്രേ ഉള്ളൂ. ഒരിക്കലും അങ്ങനെ മാത്രമായി കഴിഞ്ഞാൽ പിന്നെയും പണി കിട്ടും. അതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾ പഠിക്കുന്നതിൻ്റെ നോട്ട്സുകൾ വേണം. പിന്നീട് നമുക്ക് നോക്കുമ്പോൾ ഫസ്റ്റ് ഇയർ പ്രിൻ്റ് നോട്ട്സ് ഒക്കെ അങ്ങനെ കയ്യിൽ ഒരു നോട്ട്സ് ആയിട്ടോടെ ഉണ്ടെങ്കിൽ മാത്രമേ പിന്നീട് നമുക്ക് റീവൈൻഡ് ചെയ്യാൻ പറ്റൂ. പ്രത്യേകിച്ച് മറന്നു പോകുന്നവരെല്ലാ കൂട്ടരും അല്ലേ, മിക്കവാറും ഉള്ളവർ ഇതെല്ലാം മറന്നു പോകുന്നവരാ പ്രശ്നം. പഠിച്ചത് അങ്ങോട്ട് ഓർക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഓർക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതിയ നോട്ട് നമ്മുടെ കയ്യിൽ കാണണം. എന്നെങ്കിലും നമ്മുടെ അക്ഷരങ്ങൾ നമ്മുടെ മനസ്സിൽ എക്സാമിനേഷൻ ഹോളിൽ വരത്തുള്ളൂ. ചില ഇന്ന പേജിൽ ആദ്യമാണ് ആ ഡെഫിനിഷൻ, ഇല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ ഞാൻ കണ്ടുണ്ട് ഇന്ന പേജിൽ. അത്രയ്ക്ക് പരിചയത്തോടുകൂടി വേണം പഠിക്കാൻ. അപ്പോൾ അതിന് വേണ്ട ആദ്യമേ നിങ്ങൾ പഠിക്കുമ്പോൾ നോട്ട്സ് എല്ലാം തയ്യാറാക്കി ഓരോ ചാപ്റ്റർ തീരുമ്പോൾ ഉണ്ടായെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുള്ളൂ, ഉറപ്പിച്ച് ജയിക്കാനും പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം പറഞ്ഞ് ഞാൻ ഇരുന്ന് പോവുകയാണ്. കാരണം ഇനി കൂടുതൽ സമയം പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും നിൽക്കാൻ സമയമില്ല. അടുത്ത കാര്യങ്ങളായിട്ട് ഉടൻ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. എല്ലാവരും മാക്സിമം ലൈക്കൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ കേട്ടോ, അത് ഞാൻ നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണം കേട്ടോ. ഇഷ്ടക്കുറവൊന്നും ഇല്ലല്ലോ അല്ലേ. ഇത് ചെയ്തിട്ട് മറ്റുള്ളവരോടൊന്ന് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് ആവശ്യമുള്ളവരോട് എത്തുക എന്നുള്ളത് ഒരു അത്യാവശ്യ, കാരണം ഇത് ചെറിയ കാര്യമല്ല. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ചെറിയ റോളുണ്ട്. മാക്സിമം നിങ്ങൾക്ക് അറിയാവുന്ന ഫ്രണ്ട്സിലോട്ട് ഇതൊന്ന് മറക്കാതെ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കാനുള്ള മൈൻഡ് അങ്ങോട്ട് സെറ്റ് ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഗുഡ് ബൈ.